97 സങ്കീർത്തനം. ഇതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഇതിൻ്റെ രീതി ആശയങ്ങളെല്ലാം ഇത് സാധൂകരിക്കുന്നു. ദാവീദിന് സകല രാജ്യങ്ങളുടെ മേലും ആധിപത്യം ലഭിച്ച സന്ദർഭം ഈ സങ്കീർത്തനം പാടി എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. ക്രിസ്തുവിനെയും അവൻ്റെ രാജ്യത്വത്തെയും കുറിച്ചാണ് ഇതിൽ പറയുന്നത് എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇതിലെ 7-ാം വാക്യം എബ്രായർ 1:6 ഉദ്ധരിച്ചുകൊണ്ട് ഇത് ക്രിസ്തുവിനെ കാണിച്ചിരിക്കുന്നുവെന്ന് സ്ഥാപിച്ചിരിക്കാൽ ഇതൊരു മശിഹാ സങ്കീർത്തനമായി അംഗീകരിക്കുന്നു. 97 സങ്കീർത്തനം. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു. നീതി ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി കണ്ടുവിറയ്ക്കുന്നു യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ. പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. സിയോൻ കേട്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദാപുത്രിമാർ ഘോഷിച്ചാനന്ദിക്കുന്നു. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.